ജൻസി ചെറുപ്പക്കാരെ, പടച്ചവന്റെ ദീനിനെ പരിഹസിക്കുന്നവരെ, ഇൻസ്റ്റയിലും ഫേസിലും കിടന്ന് തള്ളിക്കളിക്കുന്നവരെ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ വഫാത്താവുകയും അതിന് 4 മാസം മുമ്പ് ഇസ്ലാമിലേക്ക് വന്നവർ ഹബീബ് വഫാത്തായാലും ഞങ്ങൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞവർ മുർത്തദ്ദുകളാവുകയും കുറെ ആളുകൾ സക്കാത്തിനെ നിഷേധിക്കുകയും ചെയ്ത് ഇസ്ലാമിക സമൂഹം വല്ലാതെ പ്രതിസന്ധിയിലാടി ഉലഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക കൊടുത്തത് ആരുടെ കയ്യിലെന്നറിയോ? 19 വയസ്സുകാരനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉസാമ 19 വയസ്സുകാരനായ ഉസാമ അല്ലാഹുവിന്റെ ദീൻ വല്ലാതെ ആടി തളരുന്ന നേരത്ത് പതാക ഉസാമയുടെ കയ്യിലാ. 19 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹു കൊടി പിടിച്ചു പോകുമ്പോ 61 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിൽ നടന്നു. ഇതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. പുറകിൽ നടന്നു. എന്നിട്ട് പറഞ്ഞു, ഉസാമ നീ എല്ലാവരെയും കൊണ്ടുപോകരുതേ, ഉമറിനെ എനിക്ക് വിട്ടുതരണേ. എന്തെന്നറിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് മദീനയുടെ ചീഫ് ജഡ്ജിയാണ്. ഉമർ റളിയല്ലാഹു തആല 2 വർഷക്കാലം മദീനയുടെ ചീഫ് ജഡ്ജിയാ. കേൾക്കണമെങ്കിൽ കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖേ, എന്തിനാണ് ഞാൻ ജഡ്ജിയായിട്ടിരിക്കുന്നത്? ഞാൻ ചീഫ് ജഡ്ജിയായി 2 വർഷമായിട്ട് പോലും ഇതേവരെ പരാതിയായിട്ടൊരു വാദിയും പതിയും എന്നെ മുമ്പിൽ വന്നിട്ടില്ല. പിന്നെന്തിനാണ് പൊതുഖജനാവ് വെറുതെ ദൂർത്തെടുക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ജഡ്ജിയായിരുന്ന കാലത്ത് 2 വർഷക്കാലം മദീനയിൽ ഒരു പരാതി പോലും കോടതിയുടെ വരാന്തയിൽ എത്തിയിട്ടില്ലാത്ത അല്ലാഹുവിന്റെ ദീൻ ജീവിതത്തിൽ വന്ന ഒരു കാലം മദീനയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത, ഒരു FIR പോലും എഴുതാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറയുന്നത്, തഖ്റിനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധിയാക്കി നബിയേ, എന്നെ കല്ലെറി നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ എന്ന് പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ നിലവിലില്ലാത്ത, ഒരു മഹസർ പോലും FIR എഴുതാൻ ഒരു കാക്കിയിട്ട പോലീസ് ഇല്ലാത്ത കാലത്താണ് ഞാൻ വ്യഭിചരിച്ചു, എന്നെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വരുന്നത് ദീൻ പരിഹസിക്കപ്പെടാത്ത കാലത്ത്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇത്തഖദൂ ദീനഹും ഹുസുവൻ വലഇബാ. മനോഹരമായി ഒരു ചെറുപ്പക്കാരൻ, പോലീസില്ല, FIR ഇല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല. ഇപ്പൊ അതാണ് ട്രെൻഡ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ എത്ര വേണമെങ്കിലും ആകാന്നാണ് കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല. ഇതിനാണ് ദീൻ പരിഹസിക്കപ്പെടരുതെന്ന് പറയുന്നത്. ദീൻ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.